ഹായ്, എല്ലാവർക്കും നിംഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ പുതിയൊരു ദിവസം വന്നു, ശുഭചിന്തകളോടും സന്തോഷങ്ങളോടും കൂടിയിട്ടുള്ള ഒരു ദിവസം. ശരിക്കും പറഞ്ഞാൽ ഹോപ്പിന് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പങ്കുണ്ട് അല്ലേ. നമ്മുടെ ലൈഫിലുള്ള ആ ഒരു ഡാർക്ക്നെസ്സും സാഡ്നെസ്സൊക്കെ മാറ്റി നമ്മളെ ശരിക്കും ഹാപ്പി ആക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് കണ്ടാലോ ഒന്ന്. ഇവിടെ ഓണാഘോഷങ്ങൾ നടക്കുന്നത് അടുത്ത മാസമാണ്. 3 ദിവസങ്ങളോട് കൂടിയിട്ടുള്ള നല്ല വിപുലമായിട്ടുള്ള ഓണാഘോഷങ്ങളാണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ അതിന് തുടക്കം കുറിച്ചുകൊണ്ട് ഒരു പ്രൊസഷൻ നടക്കുന്നുണ്ട്. അതുപോലെ ഈവനിങ്ങിൽ തിരുവാതിരക്കളി, അതുപോലെയുള്ള കാര്യങ്ങൾ, പൂക്കളം ഇടുന്നുണ്ട്. പൂക്കളൊക്കെ ഇടുമ്പോഴല്ലേ ശരിക്കും പറഞ്ഞാൽ ഒരു ഓണത്തിൻ്റെയൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഫീല് തന്നെ കിട്ടുള്ളൂ. അപ്പോൾ തലേ ദിവസം പൂക്കൾ കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു കൊണ്ടുവന്നതിന് ശേഷം എല്ലാവരും കൂടെ അത് കട്ട് ചെയ്ത് വൃത്തിയാക്കി ഒക്കെ വെച്ചു. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം ആകുമ്പോൾ എളുപ്പത്തിൽ പൂക്കളം കാര്യങ്ങളൊക്കെ ഇടാമല്ലോ. അപ്പോൾ ക്ലബ് ഹൗസുകളിലായിട്ട് 2 പൂക്കളായിരുന്നു ഇപ്രാവശ്യം ഇട്ടിരുന്നത്. ഇതിവിടുത്തെ മലയാളികൾ ഓർഗനൈസ് ചെയ്തൊരു പരിപാടിയായിരുന്നു. അപ്പോൾ ഇതുപോലൊരു ഓണാഘോഷം, അതായത് വിപുലമായിട്ടുള്ളൊരു ഓണാഘോഷം ഇവിടെ നടക്കുന്നുണ്ടെന്നും ബാക്കിയുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ മലയാളികൾ മാത്രമല്ലല്ലോ താമസിക്കുന്നത്, ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ മലയാളികൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരെ അറിയിക്കാൻ വേണ്ടിയിട്ടും പിന്നെ മലയാളികൾക്കൊക്കെ പരസ്പരം പരിചയപ്പെടാനും ഒക്കെയുള്ളൊരു അവസരം കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈവനിങ്ങിൽ ഇതുപോലെ നല്ലൊരു തിരുവാതിരക്കളി കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും പിരിഞ്ഞു പോവാണ് ചെയ്തത് കേട്ടോ. പിന്നെ ചെറിയ രീതിയിൽ ഫ്ലീ മാർക്കറ്റ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ മെയിനായിട്ടുള്ള പരിപാടിയുടെ അന്ന് സദ്യ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. മലയാളികൾക്ക് മാത്രമല്ല, ആർക്ക് വേണമെന്നുണ്ടെങ്കിലും വരാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു പരിപാടി ഓർഗനൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് എന്താ പറയുക, കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടി എന്നൊക്കെ പറയുമ്പോൾ അത് എല്ലാവരും കൂടെ കൂടിച്ചേരുമ്പോഴാണ് ആ ഒരു പരിപാടി ശരിക്കും പറഞ്ഞൊരു വൻ വിജയമായിട്ട് തന്നെ മാറുന്നത്. ഇവിടെ ഒരു 2.5 വർഷത്തോളമായി താമസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും പല മുഖങ്ങളും നമുക്ക് പുതിയത് തന്നെയാണ് ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ വരുന്ന ഒരു സമയത്ത്. അത്യാവശ്യം നല്ല രീതിയിൽ മലയാളികൾ ഇവിടെ ഉണ്ടെന്ന് ഇതുപോലെയുള്ള ഒരു പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്ന സമയത്താണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവുന്നത് തന്നെ. അങ്ങനെ ഓണാഘോഷങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ച് കണ്ടുള്ള ആ ഒരു തിരുവാതിരക്കളിയൊക്കെ അവിടെ അവസാനിച്ചു. ഇനിയിപ്പോൾ എൻ്റെ ഒരു സാധാരണ ദിവസമാണ്, ഇന്നിപ്പോൾ ഒരു വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റിപ്പോൾ കുറച്ച് വൈകിപ്പോയി. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് കുറച്ച് എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ്, അതായത് കഴുകിയതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞ് ഒരു കുക്കറിലിട്ടിട്ട് നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാമല്ലോ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഉരുളക്കിഴങ്ങ് 1-2 വിസിൽ തന്നെ മതി. നല്ല എന്താ പറയുക, നന്നായിട്ട് വെന്ത് ഉടച്ചെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ തന്നെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. ഇതിലേക്ക് ആവശ്യത്തിനുള്ളൊരു ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം. ഞാനിവിടെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. ഇത് തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് നീളത്തിലൊന്ന് മുറിച്ച് മാറ്റി വയ്ക്കുക. പിന്നെ കറിവേപ്പിലയും അതുപോലെ പച്ചമുളകാണ് എടുത്തിരിക്കണത് കേട്ടോ ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ദോശ തവി എടുത്തിട്ട് അത് നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് ദോശമാവ് കോരി ഒഴിക്കണം. അപ്പോൾ കുട്ടികളുള്ള വീടുകളിൽ ഇതുപോലെ പല ഷേപ്പിലുള്ള ദോശകളൊക്കെ ഉണ്ടാക്കാറുണ്ടാവില്ലേ. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്ക് ഒക്കെ ഇതുപോലെയുള്ള ദോശകൾ ഇഷ്ടമായിരിക്കും. പല ഷേപ്പിൽ ബണ്ണി ദോശ, അതുപോലെ ടെഡി ബെയർ ദോശ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പൊതുവേ കുട്ടികൾക്ക് ഇഷ്ടമാണ് കേട്ടോ. പല ഷേപ്പിൽ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ ഇതുപോലെ കണ്ടില്ലേ മിനി ദോശകൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളാണെങ്കിൽ പോലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട് കഴിക്കും. പിന്നെ ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ടിട്ട് പൊട്ടിക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുക. അതുപോലെ പിന്നെ ചേർക്കണത് കടലപ്പരിപ്പാണ് കേട്ടോ. അതും വളരെ കുറച്ച് ചേർത്താൽ മതി. അതിനുശേഷം അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി മുറിച്ചത്, അതുപോലെ പച്ചമുളക് എരിവിനനുസരിച്ച് ചേർക്കുക. പിന്നെ സവോള, കറിവേപ്പില അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതിലേക്ക്. അപ്പോൾ ഇഞ്ചിയൊക്കെ ഒന്ന് അത്യാവശ്യത്തിന് തന്നെ ഒന്ന് മൂത്ത് വരണം. അപ്പോൾ സവാളയും ചെറുതായിട്ടൊന്ന് വഴന്ന് വരണം. ഒരുപാട് അങ്ങോട്ട് വഴിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് ആവശ്യത്തിനുള്ളൊരു ഉപ്പും കൂടി ചേർത്തിട്ടാണ് ഞാൻ വഴിച്ചെടുക്കണത് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ വെന്തോന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, ഞാൻ 2 വിസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉരുളക്കിഴങ്ങൊക്കെ അത്യാവശ്യം വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ സവോള ആവശ്യത്തിന് തന്നെ ഒന്ന് വഴന്ന് വരട്ടെ. അതേ നമ്മുടെ ദോശയും ആ ഒരു സമയത്ത് തന്നെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ മസാല ദോശ ഉണ്ടാക്കാമെന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ സവോള ഒന്നും കൂടി ഒന്ന് വഴന്ന് വരണം. സവോള ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ഒരു മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ചമണം ഉണ്ടാവില്ല അതിൽ. അതിന് ശേഷം വഴറ്റി വരുമ്പോൾ പിന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മറ്റേ അടുപ്പിൽ ഞാൻ ദേ ഇവിടെ ദോശ പരത്തിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ദോശ പരത്തലും നമ്മുടെ മസാല ദോശയ്ക്കുള്ള മസാല ഉണ്ടാക്കലൊക്കെ ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പണികളൊക്കെ പിന്നെ എളുപ്പമായിരിക്കുമല്ലോ. പ്രത്യേകിച്ച് തലേദിവസം ഒന്നും പ്ലാൻ ചെയ്യാത്ത ദിവസം അല്ലെങ്കിൽ രാവിലെ വൈകി എഴുന്നേൽക്കണ ദിവസം പൊതുവെ കുറച്ച് മടിയായിരിക്കും. നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ടൊക്കെയാണ് രാത്രി കിടക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ നല്ലൊരു ഫസ്റ്റ് എനർജി കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതേ വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളും അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കൂടി ഞാൻ ആ കടായിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് മാഷ് ചെയ്ത് എടുക്കണം കേട്ടോ. പൊട്ടറ്റോ മാഷർ ഉപയോഗിച്ചിട്ട് ഞാൻ അത് ഒന്ന് ഉടച്ചെടുക്കണം. എല്ലാം കൂടി ഉടച്ചെടുക്കില്ല, ചെറിയ കഷ്ണങ്ങളൊക്കെ പോലെ കിടക്കുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ ഇടണത്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് കുറുകി ഒന്ന് വരണം, അപ്പോഴായിരിക്കും ആ ഒരു ടേസ്റ്റ് വരും. പിന്നെ അത് ഈ ദോശയൊന്ന് റെഡി ആയിട്ട് വരുമ്പോൾ അതിലേക്ക് ഞാൻ ദോശപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ വരുമല്ലോ. ആ ഒരു പൊടി ദോശയുടെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ നല്ലെണ്ണയാണ് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ വേറെ എക്സ്ട്രാ എണ്ണയുടെ ആവശ്യം അങ്ങനെയൊന്നുമില്ല. അല്ലെങ്കിൽ നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം. എല്ലാവിടേക്കും ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ദോശ റെഡി ആയിട്ട് വരുമ്പോൾ നമ്മുടെ ഈ മസാല അത്യാവശ്യം ഡ്രൈ ആയിട്ട് വന്നിട്ട് ഉണ്ടപ്പോഴേക്കും ഇനി അതും വെച്ചിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള മസാല ദോശ റെഡിയായി. അപ്പോൾ ഇന്നിപ്പോൾ ഇത് തന്നെയാണ് കേട്ടോ ഞാൻ സ്കൂളിലേക്ക് കൊടുത്തേക്കണത്. ഇന്നിപ്പോൾ വേറൊന്നും ഉണ്ടാക്കാനുള്ളൊരു സമയമോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഇതിൽ തന്നെ അങ്ങോട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബാക്കിയുള്ള ദോശയും ഇതുപോലെ തന്നെ പരത്തിയെടുക്കണം. ഇവിടെ കുട്ടികൾക്കെന്നുണ്ടെങ്കിലും ദോശ അതുപോലെയുള്ള കാര്യങ്ങൾ പൊതുവേ ഇഷ്ടമാണ്. ഇപ്പോൾ ബാറ്ററൊക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പണി ശരിക്കും പറഞ്ഞ രാവിലെ എളുപ്പം തന്നെയാണെന്ന് പറയാം. പിന്നെ അതിൻ്റെ കൂടെ ഗ്രീൻ ചട്നിയും സാമ്പാറും ഉണ്ടായിരുന്നു. അപ്പോൾ മസാല ദോശയും ഗ്രീൻ ചട്നിയും സാമ്പാറും ആയിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് പിന്നെ മാംഗോ കട്ട് ചെയ്തത് അതുപോലെ ഓറഞ്ചൊക്കെ തന്നെയായിരുന്നു സ്കൂളിലേക്ക് സ്നാക്സൊക്കെ ആയിട്ട് കൊടുത്തേച്ചത്. പിന്നെ ഞാൻ ലഞ്ചിന് മസാല ദോശയൊക്കെ തന്നെയായിരുന്നു കേട്ടോ കൊടുത്തേച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേ ദിവസമായിട്ട് ഇവിടെ ഫ്രിഡ്ജിൽ പാലൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു ലഞ്ചിന് പാലൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. അല്ലെങ്കിൽ പിന്നെ കുറച്ച് ദിവസം ഫ്രിഡ്ജിലിരുന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ എടുത്ത് കാട്ടിക്കളയേണ്ട അവസ്ഥയാണ്. ലീഫി വെജിറ്റബിൾസൊക്കെ പലപ്പോഴും വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ദിവസം ഇങ്ങനെ ഇരിക്കും. അത് ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ ഉള്ള ഒരു സമയം ചിലപ്പോൾ കിട്ടാറില്ല. അല്ലെങ്കിൽ സമയം കിട്ടാറില്ല എന്ന് പറയാൻ പറ്റില്ല, പലപ്പോഴും ചെറിയ രീതിയിൽ മടി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ഒരു കടായിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഈ പാലക്ക് മുറിച്ചതൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഞാൻ വേറൊരു കടായിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് കോളിഫ്ലവർ മുറിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാലക്ക് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. അടച്ച് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സോഫ്റ്റ് ടെക്സ്ചർ കിട്ടും. പിന്നെ കോളിഫ്ലവറിലേക്ക് നല്ല തിളച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. കോളിഫ്ലവറും കുറേ ദിവസം ഫ്രിഡ്ജിലിരിക്കണം. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ എടുത്ത് കളയേണ്ട അവസ്ഥയാണ്. അതുപോലെ നേന്ത്രപ്പഴത്തിൻ്റെ അവസ്ഥ കണ്ടോ, നല്ല കറുത്ത കളറായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഉൾഭാഗത്ത് വേറെ പ്രശ്നങ്ങളോ ഒന്നുമില്ല, ആ തൊലിയുടെ ഒരു കളറ് മാത്രമാണ്. പക്ഷേ ഇപ്പോൾ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ തൊലി കറുത്ത് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ കഴിക്കില്ല. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതും മൂവ് ആവുമല്ലോ. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇനി ചേർക്കണത് ദോശമാവാണ് കേട്ടോ. അപ്പോൾ പഴംപൊരിയാണ് ഉണ്ടാക്കണത്. പഴംപൊരിയിലേക്ക് നമ്മൾ ദോശമാവ് ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടെക്സ്ചർ തന്നെ നല്ല അടിപൊളിയായിട്ട് വരും. അതിൻ്റെ പുറം ഭാഗവും നല്ല ക്രിസ്പി ആയിട്ട് വരും, അതുപോലെ നല്ല വീർത്ത് വരും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ. പിന്നെ ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുറച്ചൊരു തിക്കായിട്ടുള്ളൊരു ബാറ്ററാക്കി മാറ്റിയാണ് ചെയ്യണത്. അപ്പോൾ സാധാരണ പല റെസ്റ്റോറൻറ്റ്സിലും ഈ ബേക്കിംഗ് സോഡ അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ചേർത്ത് കൊടുക്കുക, ശരിക്കും നല്ല രീതിയിൽ വീർത്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദോശമാവ് എന്ന് പറയുമ്പോൾ ഹെൽത്തിയാണ്. നമുക്ക് ഇപ്പോൾ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും ആർക്കാണെന്നുണ്ടെങ്കിലും കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ കിച്ചടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ മിക്സ്ഡ് ദാൽ ഇതുപോലെ വാങ്ങിക്കാൻ കിട്ടും. ഇതിലെല്ലാ ദാലുകളും ഉണ്ട്. മസൂർ ദാലുണ്ട്, തൂർ ദാലുണ്ട്, ചനാ ദാൽ, പിന്നെ നമ്മുടെ ഉഴുന്ന്, അതായത് തൊലിയോട് കൂടിയ കറുത്ത ഉഴുന്നില്ലേ അത്, അങ്ങനെ എല്ലാ പരിപ്പുകളുടെയും മിക്സാണ്. ചെറുപയർ പരിപ്പുണ്ട്. അപ്പോൾ അത് എല്ലാം കൂടെ കുറച്ച് റൈസ് മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വയ്ക്കണം. ചെറിയ കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇതുപോലെ കിച്ചടി, ദാൽ കിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുമല്ലോ.
അപ്പോൾ ഇവിടെയാണെങ്കിലും കുട്ടികൾക്ക് കിച്ചടി ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എന്താ പറയുക, വയ്യാത്ത സമയത്ത് അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികൾക്ക് ചുമ അങ്ങനത്തെ ഇഷ്യൂസൊക്കെയുള്ള സമയത്ത്, നമുക്ക് വയ്യാത്ത സമയത്തൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കിച്ചടി എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഈ പഴംപൊരിയുടെ ആ ഒരു മാവിലേക്ക് കുറച്ച് എള്ളും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. കണ്ടില്ലേ, പഴംപൊരി ശരിക്കും നമ്മൾ ദോശമാവ് ചേർത്ത് കൊടുക്കാതെ ഉണ്ടാക്കുമ്പോൾ അതൊരു വേറൊരു ടെക്സ്ചറിലാണ് വരിക. പിന്നെ ഇതിലേക്ക് അരിയുടെ ഒരു കണ്ടൻറ്റും കൂടി ഉള്ള കാരണം അതിൻ്റെ പുറം ഭാഗം അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ടും വരും. പക്ഷേ ദോശമാവിൻ്റെ ആ ഒരു ടേസ്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ വേറൊരു പാത്രത്തിലേക്ക് ഞാനിവിടെ കുറച്ച് മൈദയും കുറച്ച് കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, അതുപോലെ എരിവിനനുസരിച്ച് മുളക് പൊടി, പിന്നെന്താ കുരുമുളക് പൊടി, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. നമ്മുടെ എരിവിനനുസരിച്ച് തന്നെ ചേർക്കാവുന്നതുള്ളൂ കേട്ടോ. എന്നിട്ട് ഇത് നമുക്കൊരു ബാറ്ററാക്കി എടുക്കണം. അപ്പോഴേക്കും നമ്മുടെ പഴംപൊരി ഫസ്റ്റ് ട്രിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം. കണ്ടില്ലേ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതുപോലുള്ള ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ തയ്യാറാക്കുമ്പോൾ നിറയെ എണ്ണയിൽ തയ്യാറാക്കി കഴിഞ്ഞാൽ നന്നായിട്ട് പൊങ്ങിയൊക്കെ വരും. അപ്പോൾ ഞാനിപ്പോൾ എണ്ണ വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഒരുപാട് എണ്ണയിൽ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാത്തത്. നമ്മൾ പിന്നെ അങ്ങനെ എണ്ണ റീയൂസും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. അപ്പോൾ അതേ നമ്മുടെ പഴംപൊരി അടുത്ത ബാച്ചും റെഡി ആക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ പാലക്കൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മുട്ട ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ പാലക്ക് വെച്ചിട്ട് ഉണ്ടാക്കാവുന്ന ഒരു സംഭവമാണ്. ഇതുപോലെ അടച്ച് വെച്ചിട്ട് വേവിക്കുമ്പോൾ ചെറിയ കുട്ടികൾക്ക് പോലും കഴിക്കാൻ പറ്റും. സോഫ്റ്റ് ടെക്സ്ചർ ആയിരിക്കും. പിന്നെ അതിലേക്ക് ഉപ്പ്, കുരുമുളക് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതൊന്ന് ചിക്കി പൊരിച്ച് എടുക്കുക, ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. അപ്പോൾ ഒരു പാലക്കും മുട്ടയും എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരും. അപ്പോൾ ആ ഒരു പാലക്കിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടപ്പെടും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു രീതിയിലൊക്കെ തയ്യാറാക്കുമ്പോൾ. വലിയ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ലീഫി വെജിറ്റബിൾസ് പ്രത്യേകിച്ചും പാലക്കൊക്കെ നല്ല ഹെൽത്തിയാണ്, നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് ആവശ്യമാണല്ലോ. പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളക് പൊടിയും ചേർത്തിട്ട് എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. ഇനി അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പാലക്കൊക്കെ ശരിക്കും അടച്ച് വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, തുറന്ന് വെച്ച് തന്നെ വേവിക്കേണ്ട ആവശ്യമുള്ള. കാരണം അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം വാട്ടർ കണ്ടൻറ്റ് ഉണ്ട്. അത് തുറന്ന് വെച്ച് വേവിക്കുമ്പോഴാണ് പെട്ടെന്ന് വറ്റിയൊക്കെ വരിക. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഒരു ബാറ്ററിലേക്ക് സോയാ സോസും വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. ഈ ഒരു രീതിയിൽ കോളിഫ്ലവർ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒരു തിക്കായിട്ടുള്ളൊരു ബാറ്ററാക്കി വെക്കണം. അപ്പോൾ പഴംപൊരി ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ സ്കൂളിൽ നിന്ന് വരേണ്ട ഒരു സമയമാണ്. അപ്പോൾ ഇന്ന് സ്നാക്ക് പഴംപൊരി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ പഴംപൊരികളിങ്ങനെ ഉണ്ടാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും പിന്നെ അനുപെണ്ണൊക്കെ വന്നു. പഴംപൊരി പിന്നെ നന്നായിട്ട് മൂവ് ആയി. ഇവിടെ അത്യാവശ്യം ഇപ്പോൾ അനുപെണ്ണാണെങ്കിലും നന്ദൂനൊക്കെ ആണെന്നുണ്ടെങ്കിലും പഴംപൊരി അത്യാവശ്യം നല്ല ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ പാലക്കിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഉപ്പൊക്കെ പ്രത്യേകിച്ച് ലീഫ് വെജിറ്റബിൾസിൽ ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കുക, പെട്ടെന്ന് കൂടി പോകാനുള്ള സാധ്യതയുണ്ട്. വഴന്നൊക്കെ വരുമ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടെ വീഡിയോ എടുക്കൽ അവസാനിച്ചു കേട്ടോ. പഴംപൊരിയൊന്നും പിന്നെ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും പോലും ഉണ്ടായില്ല. പിന്നെ കുട്ടികളൊന്നും ഒഴിക്കും എല്ലാം കാലിയായി മാറി. കിച്ചടിയും എല്ലാം തന്നെ ഉണ്ടാക്കിയിരുന്നു. കോളിഫ്ലവറിൻ്റെ ബാറ്റർ പിന്നെ ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു. പിറ്റേ ദിവസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പഴംപൊരി ഫുൾ അങ്ങോട്ട് ഉണ്ടാക്കി അവസാനിപ്പിച്ചു. പിന്നെ വൈകിട്ടാണ് ഇപ്പം ഞങ്ങളിതേ നടക്കാനൊക്കെ ഇറങ്ങി, കുട്ടികളാണെങ്കിൽ സൈക്ലിങ്ങിന് അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ. അങ്ങനെ ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ.